ഇപ്പോഴും ഞാൻ ഇന്ന് എൻ്റെ ശനിയാഴ്ചത്തെ കസ്റ്റമർ വീട്ടിലാണ് നിൽക്കുന്നത്. അവർ രണ്ടാളും ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നു. അടുത്ത പയ്യന് സുഖം, എല്ലാവരും ഓഫീസിൽ നിന്ന് വന്നിട്ട് രണ്ടാളും രണ്ട് സമയത്താണ് വരുന്നത്. മോള് 3:30 ആകുമ്പോൾ വരും. പയ്യൻ എന്നും 6:30 7 മണിയൊക്കെ ആവും. ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണോണ്ട് 4 മണിയായപ്പോഴത്തേന് വന്നപ്പോൾ എനിക്ക് ചെയ്യാനുള്ളതെല്ലാം പറഞ്ഞിട്ട് പോയി. ചെയ്യാനുള്ള ഒരു ഡയറ്റാണ്, ഒരു പിള്ളേരല്ലേ, ഡയറ്റ് ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ അവരെ ഡയറ്റ് ഫുഡ് ഞാൻ ഉദ്ദേശിച്ച് കാണിച്ചു തരാം. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച് ഇതേപോലെ ഈ കൂണും ക്യാരറ്റും സവാളയും എല്ലാം കൂടെ നല്ലെണ്ണയിൽ, എല്ലാത്തിനും അളവുണ്ട്. ഈ ഒരു സ്പൂണിന് 1 സ്പൂൺ ഒഴിച്ചിട്ട് ഇതിട്ട് വഴറ്റണം. എന്നിട്ട് നമ്മൾ റെഡ് ചില്ലിയുടെ ഇത് പൊടിയും പിന്നെ കുരുമുളകും ഉപ്പും ഇതൊക്കെ എന്തരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതും ശകലം ഇട്ടിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് മുട്ട 4 മുട്ട എടുക്കും. അതിൽ 1 മുട്ടയുടെ മഞ്ഞക്കരു മാത്രം ഒഴിച്ചാൽ മതി. ബാക്കിയെല്ലാം വെള്ളക്കരു, മഞ്ഞ സെപ്പറേറ്റ് മാറ്റും. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം അടിച്ചിട്ട് ഇത് വയലിട്ട് വരുമ്പോഴത്തേന് ഇതിലൊഴിച്ച് നമ്മൾ മുട്ട പൊരിച്ചെടുക്കുന്നതൊക്കെ തന്നെ. പക്ഷേ ഇതിപ്പം കട്ടിയുള്ളതുകൊണ്ട് ഇന്നിപ്പം ഇങ്ങനെ ആയി വന്നത്, നേരെ ആയില്ല. തിരിച്ചിട്ടപ്പോഴത്തേന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിപ്പോയി. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് വാട്ട്. പിന്നെ പുട്ടവിക്കണം, എല്ലാം അളന്ന് വെച്ചിട്ട് പോയിരിക്കണം. പിന്നെ നമ്മൾ ഇത് ടിന്നിലെ ഫിഷാണ്, ടിന്നിൽ വരുന്ന ഫിഷ്. അവരൊക്കെ ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ നാട്ടിലെ വലിയ ചാളയാണെന്ന് തോന്നുന്നു, വലിയ ചാളയാണ്. അപ്പോൾ അത് ഇതേപോലെ പീസാക്കി ഇതിൽ കാണാം, 2 എണ്ണം 3 എണ്ണം ഒക്കെ കാണും. അപ്പോൾ അതിങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ സാധാ മീൻ കറി വയ്ക്കുന്ന നമുക്ക് വെച്ചാൽ മതി. പിന്നെ അതിന് വേണ്ടുന്ന എണ്ണ അളന്ന് തന്നിട്ട് പോയി. അപ്പോൾ എല്ലാം അളവാണ്. അപ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞ് അവർ പോയിട്ട് വരുമ്പോഴത്തേനൊക്കെ എല്ലാം ചെയ്ത് വയ്ക്കുക. ഇത് ബ്രോക്കോളി ഞാൻ പിന്നെ വിനാഗിരിയിലിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നു. എനിക്ക് ഇത് ഇവിടെ വന്നിട്ടാണ് ഇതിൻ്റെയൊക്കെ ഈ വെജിറ്റബിളിൻ്റെയൊക്കെ പേര് തന്നെ അറിയുന്നത്. ഇത് ബ്രോക്കോളി പിന്നും അറിയാം, ഈ ലീഫിൻ്റെയൊന്നും പേരൊന്നും എനിക്കറിയത്തില്ല. ഈ ലീഫും ഇതും കഴുകി കട്ട് ചെയ്ത് സിബ് വേഗിലാക്കി വെക്കണം എല്ലാം. പിന്നെ വേണമെന്ന് മാത്രം വന്നിട്ട് അളന്ന് തരും. ബാക്കിയെല്ലാം ഇതെല്ലാം കട്ട് ചെയ്താൽ ഈ കുക്കുംബർ കട്ട് ചെയ്യണം. പിന്നെ ഇത് ചോപ്പ് ചെയ്ത്, ഇത് ക്യാരറ്റ് അരിയാര, ഇതെല്ലാം അവരെ ഡയറ്റിൻ്റെ. പിന്നെ തക്കാളിക്ക എല്ലാം ഇതൊക്കെ എനിക്കിങ്ങനെ കഴുകി വയ്ക്കുമ്പം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതെല്ലാം വെജിറ്റബിളിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ്. പിന്നെ ഈ പൊട്ടറ്റോ, ഈ ഉരുളക്കിഴങ്ങും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നത് എനിക്കറിയത്തില്ല. ഞാനിന്നിപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ കളറ് പൊട്ടറ്റോ. അപ്പോൾ ഇതിൻ്റെ തൊലി കളയണ്ട, ഇത് ഇങ്ങനെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്താൽ മതിയെന്ന്. ഇത് ഈ പൊട്ടറ്റോ നമുക്കറിയാലോ, നമ്മൾ സാധാരണ ഈ പൊട്ടറ്റോയിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞ് വന്നിട്ട് അളന്ന് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഫിഷ് അതെല്ലാം മസാല പുരട്ടി വയ്ക്കാൻ പറഞ്ഞു. അവർ വന്നിട്ട് അവരെ അളവിനനുസരിച്ച് അളന്ന് തരും. കഴിഞ്ഞതിന് ശനിയാഴ്ച വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ ഹാഫ് ഫ്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നിപ്പം ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ടേക്കുന്നതുള്ളൂ. ഇത് ചെയ്യണം. പിന്നെ ഒരു ട്രിപ്പ് തുണി എല്ലാം കഴുകിക്കൊണ്ട് വിരിച്ച്, ഇനി അടുത്ത ട്രിപ്പ് കഴുകി വെച്ചേക്കുന്ന വിരിക്കാൻ പോകണം. ഇനി ഒരു ട്രിപ്പും കൂടെ ഇടാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇതെല്ലാം കാണിച്ചിട്ട് അടുത്ത ചെയ്യാൻ. ഇതെല്ലാം ഇനി കട്ട് ചെയ്ത് വെച്ച്, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ ഇടിക്കും. ഈ പിള്ളേർക്കൊക്കെ നമ്മളെ നാട്ടിലെ ചോറും കിഴങ്ങും മീനുമൊക്കെ കഴിച്ചാൽ പോലെ അതിൻ്റെ ടേസ്റ്റ് ഇതിനൊക്കെ കിട്ടും. ഈ പിള്ളേർക്ക് അതാണെന്ന് പറഞ്ഞാൽ അറിയത്തുണ്ട്. എനിക്കിത് ചോറും മീനിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ കൊതി വരുന്നു. അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ബാക്കി വീഡിയോ എടുക്കാം.